ആദരവാകുന്ന പ്രവാചകനാകുന്ന നബി തങ്ങളതാ പറയുകയാ, സഹാബാ, ആരുടെ ഒരാളുടെയെങ്കിലും കുടുംബ ജീവിതത്തില് അല്ലാഹു ബറക്കത്ത് തരണോ, സന്തോഷം തരണോ, ആനന്ദം തരണോ. ആദരവാകുന്ന പ്രവാചകനതാ പറയുകയാ, ഏതെന്നറിയോ, ഏതെന്നറിയോ സഹാബാ, അല്ലാഹുവിനെ പേടിയുള്ള കുടുംബമേതാ, അല്ലാഹുവിനെ ഭയമുള്ള കുടുംബമേതോ, അല്ലാഹുവിനെ പേടിച്ചുകൊണ്ട് ജീവിക്കുന്ന കുടുംബമേതാ. അൽഹംദുലില്ലാഹ്, കുടുംബ ജീവിതത്തിൽ അല്ലാഹു ബറക്കത്ത് തരുന്നതാ, സന്തോഷം തരുന്നതാ. പള്ളിയിൽ നിന്ന് മുഅദ്ദിൻ ഉസ്താദ് ബാങ്ക് കൊടുക്കുകയാ, ഹയ്യ അലസ് സ്വലാഹ്, ഹയ്യ അലൽ ഫലാഹ്, അസ്സലാത്തു ഖൈറും മിനൻ നൗം. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് മുഅദ്ദിൻ ഉസ്താദ് ബാങ്ക് കൊടുക്കുമ്പോ, സുബഹിക്ക് ബാങ്ക് കൊടുക്കുമ്പോ ഒരു ഭാര്യ വന്നുകൊണ്ട് തന്നെ ഭർത്താവിനെ വിളിക്കുകയാ, എണ്ണീക്കണേ ഇക്കാ, നമസ്കരിക്കാൻ സമയമായേ, നിസ്കാരം തുടങ്ങാൻ സമയമായേ, എണ്ണീക്കണേ ഇക്കാ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഭാര്യയുണ്ടല്ലോ തന്റെ ഭർത്താവിനെ പള്ളിയിലേക്ക് പറഞ്ഞു വിട്ടാൽ അൽഹംദുലില്ലാഹ് അവന്റെ കുടുംബ ജീവിതത്തില് അല്ലാഹു ബറക്കത്ത് നൽകുന്നതാ. എന്റെ പ്രിയമുള്ളവരെ, ചരിത്രം പറയുകയാ, ഫാത്തിമയുടെ ചരിത്രം പറയുകയാ. ഫാത്തിമ ബീവി അതാ മരണപ്പെടാൻ കിടക്കുകയാ. സക്കറാത്തിന്റെ ഹാലിന്റെ സമയത്ത് ഫാത്തിമ ബീവി ഉണ്ടല്ലോ അലിയാർ തങ്ങളുടെ മടിയിൽ കിടക്കുകയാ. അലിയാർ തങ്ങളോട് പറയുകയാ, അലിയേ, ഞാനെങ്ങാനും മരിച്ചു കഴിഞ്ഞാൽ എന്റെ ഖബറുണ്ടല്ലോ രാത്രി അടക്കിയാൽ മതി അലിയേ, ഞാനെങ്ങാനും വിട പറഞ്ഞു പോയാൽ ഈ ഫാത്തിമയുടെ ജനാസയുണ്ടല്ലോ പകലടക്കാൻ പാടില്ല, ജനാസയുണ്ടല്ലോ പാതിരാത്രിയിൽ അടക്കിയാൽ മതി അലിയേ. അലിയാർ തങ്ങൾ ചോദിക്കുകയാ, എന്താണ് കാരണമറിയോ? ഫാത്തിമ ബീവിയതാ അലിയാർ തങ്ങളോട് പറയുകയാ, പകൽ സമയത്തിന്റെ ജനാസ കൊണ്ടുപോയാൽ, പകൽ സമയത്തിന്റെ ജനാസയുണ്ടല്ലോ, കഫം വിടവയിൽ പൊതിഞ്ഞ ജനാസയുണ്ടല്ലോ, പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുപോയാൽ അന്യപുരുഷന്മാർ കാണുമല്ലോ. പാതിരാത്രിയില് എന്നേതാ കബറടക്കിയാൽ ഒരാളും കാണൂലോ, ഒരാളും എന്റെ ശരീരം അറിയൂലോ, എന്റെ ശരീരത്തിന്റെ വർണ്ണന അറിയൂല. അതുകൊണ്ട് അലിയേ, എന്റെ ജനാസയുണ്ടല്ലോ പകലടക്കാൻ പാടില്ല എന്ന് പറയുമ്പോ റസൂലുള്ളാഹിയുടെ പൊന്നുമോള് ഫാത്തിമയുടെ ജീവിതമുണ്ടല്ലോ, അലിയാർ തങ്ങളുടെ ജീവിതമുണ്ടല്ലോ, ഖദീജ ബീവിയുടെ ജീവിതമുണ്ടല്ലോ, ആയിഷ ബീവിയുടെ ജീവിതമുണ്ടല്ലോ, ഉസ്മാൻ തങ്ങളുടെ ജീവിതമുണ്ടല്ലോ, ഉമർ തങ്ങളുടെ ജീവിതമുണ്ടല്ലോ. അല്ലാഹുവിനെ ഭയന്നുകൊണ്ട്, അല്ലാഹുവിനെ പേടിച്ചുകൊണ്ട്, അല്ലാഹുവിന്റെ തൃപ്തിയില്, അല്ലാഹുവിന്റെ പൊരുത്തത്തില് ജീവിച്ചവരാ. അതുകൊണ്ട് പ്രിയമുള്ളവരോട് പറയുകയാ, കുടുംബ ജീവിതത്തിൽ സന്തോഷം വേണോ, റാഹത്ത് വേണോ, അനുഗ്രഹങ്ങൾ വേണോ, അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് ജീവിക്കുന്നവരാരാ? അൽഹംദുലില്ലാഹ്, അവന്റെ കുടുംബ ജീവിതത്തിൽ അല്ലാഹു ബറക്കത്ത് നൽകുന്നതാ. കഴിഞ്ഞ ദിവസം കണ്ടില്ലേ, തൃശ്ശൂർ ജില്ലയിൽ കണ്ടില്ലേ, ഒരു ചെറുപ്പക്കാരൻ കല്യാണം കഴിക്കാൻ ചെറുപ്പക്കാരന്റെ പ്രിയപ്പെട്ടവര് ഒരു പെൺകുട്ടിയുടെ വീട്ടിലേക്ക് കടന്നു വരുന്നത് കണ്ടില്ലേ? ഒട്ടകത്തിന്റെ പുറത്താ, ഒട്ടകത്തിന്റെ പുറത്താ. കൂട്ടുകാര് കള്ളു കുടിച്ചിട്ട് എന്റെ പ്രിയമുള്ളവര് റോഡിൽ കിടന്ന് തെമ്മാടിത്തരങ്ങൾ കാണിക്കുകയാ. പോലീസ് കടന്നു വരികയാ, ലാത്തി വീശുകയാ. പാടില്ല, പാടില്ല. നിറഞ്ഞിരിക്കുന്നവരെ, നിങ്ങളോട് ഞാൻ സ്നേഹത്തിൽ പറയുകയാ, ഈ മഹലിലുണ്ടല്ലോ അങ്ങനെ ഒരു നിക്കാഹ് കൊണ്ടുവരാൻ പാടില്ല. ഗാനമേള വെക്കുന്നവരെ, സിനിമാ
ഡാൻസ് വെക്കുന്നവര്, സിനിമാ പാട്ട് പാടുന്നവര്, നിക്കാഹിന്റെ ദിവസമുണ്ടല്ലോ തുള്ളിച്ചാടുന്ന വീട്ടുകാരെ പറയുകയാ, ബറക്കത്തില്ല, സന്തോഷമില്ല. പള്ളിയിലെ കാളിയാരന്റെ പ്രിയമുള്ളവര് അനാചാരങ്ങൾക്കെതിരെ പ്രസംഗിക്കുമ്പോ, ഒരു വീട്ടില് നിക്കാഹ് നടക്കുമ്പോ എന്റെ പ്രിയമുള്ളവരെ തെമ്മാടിത്തരങ്ങൾ കാണിക്കാതിരിക്കാൻ ഉസ്താദന്മാർ അതിനെതിരെ വഅ്ള് പറയുമ്പോ, ഉസ്താദന്മാർ തെറി പറയുന്ന മഹല്ല് കമ്മിറ്റിയുള്ള കാലഘട്ടമാ. നാദാ കബൂലാക്കണ അല്ലോ. പടച്ചവരെ, നിന്നെ പേടിച്ചുകൊണ്ട് ജീവിക്കുന്ന കുടുംബമുണ്ടല്ലോ, ഞങ്ങൾക്ക് നീ തരണ അല്ലാ, കബൂലാക്കണ അല്ലാ, സ്വീകരിക്കണേ അല്ലോ. റസൂലുള്ളാഹി പറഞ്ഞു, ഒരു ഭാര്യയും ഭർത്താവും അല്ലാഹനെ പേടിച്ചുകൊണ്ട് ജീവിക്കുന്നവരാരാ, അവന്റെ കുടുംബ ജീവിതത്തിൽ ബറക്കത്തുണ്ടെന്ന് ഹബീബിന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫാത്തിമ ബീവി പറഞ്ഞു, അലിയേ, എന്നെ അടക്കുന്നത് പകലാകാൻ പാടില്ല, എന്നെ അടക്കുന്നത് പകൽ സമയത്താകാൻ പാടില്ല, എന്നെ അടക്കുന്നത് പാതിരാത്രിയിലാകണമെന്ന് ഫാത്തിമ ബീവി പറഞ്ഞു. കാരണം എന്തേ? പകൽ സമയത്ത് എന്നെ അടക്കിയാൽ എന്റെ ജനാസയുടെ വടിവ്, ശരീരം, എന്റെ മാറും എന്റെ വയറുമെല്ലാം നാട്ടിലുള്ള മറ്റാടുകൾ കാണുമലിയേ, അതെനിക്ക് സഹിക്കൂല എന്ന് ഫാത്തിമ ബീവി പറഞ്ഞെന്ന് ചരിത്രം പറയുമ്പോ, അള്ളാനെ പേടിച്ച് ജീവിക്കുന്നവരാരാ, അവന്റെ കുടുംബ ജീവിതത്തിൽ അള്ളാഹു ബറക്കത്ത് നൽകുന്ന. ഞാൻ കാര്യം പറയട്ടെ, ഇപ്പൊ ഈ മഹലിൽ ഉണ്ടോ എന്ന് എനിക്കറിയില്ല, ഈ മഹലിൽ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഈ കല്യാണ ദിവസം വീടുകളിൽ സിനിമാ പാട്ടിട്ട് തുള്ളണ ചില ചെറുപ്പക്കാരുണ്ട്. നിക്കാഹ് എന്ന് പറഞ്ഞാൽ എന്താ പ്രിയപ്പെട്ടവരെ? നിക്കാഹ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു മഹനീയമാകുന്ന കർമ്മമാണ് നിക്കാഹ് എന്ന് പറയണേ. നിന്റെ ജീവിതത്തിൽ ഒരു പ്രധാനപ്പെട്ട ഒരു ആരംഭമാണ് നിക്കാഹ് എന്ന് പറയണേ, അല്ലേ? നിക്കാഹ് ഒരു പുതുതായിട്ട് ഒരു പെൺകുട്ടി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരിക. അന്ന് വരെ തെമ്മാടിയായിട്ട് നടന്നവര് ഒക്കെ ഒരു പെണ്ണ് വന്നാൽ നന്നാകുമെന്ന് പറയാറുണ്ട്. ഞാൻ സ്നേഹത്തിൽ പറയാ, ഒരു പെണ്ണിനെ നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവരുന്ന ആ ദിവസം ചില ചെറുപ്പക്കാർ വീട്ടില് ഗാനമേളയും അതും ഇതും ഒക്കെ ഇട്ടിട്ട് മോശത്തരം കാണിക്കുന്നവരുണ്ട്. ചില പള്ളിയിലൊക്കെ ഖത്തീബ് ഉസ്താദന്മാരത് കർശനമായിട്ട് പറയും. പക്ഷേ ചില പള്ളിയിലൊക്കെ ഉസ്താദന്മാര് പറഞ്ഞ പ്രസിഡന്റ് ഉസ്താദിന്റെ ജോലി തെറിപ്പിക്കണ കാലഘട്ടം അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ, അള്ളാഹു ഹീമ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അങ്ങനെ പോട്ട ജോലിയാണെങ്കിൽ പോട്ടെന്ന് തന്നെ വെക്കണം. അങ്ങനെ പോകുന്ന ജോലിയാണെങ്കിൽ, ഹക്കു പറഞ്ഞതിന്റെ പേരിൽ ജോലി പോവുകയാണെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ പോവുക എന്ന് തന്നെ വെക്കണം. കാരണം ഇന്ന് എന്റെ പ്രിയപ്പെട്ടവർ, നമ്മുടെ പള്ളി പരിപാലകരും ഉസ്താദന്മാരൊക്കെ അങ്ങനെ ഒരു നിലപാടെടുത്തില്ലെങ്കിൽ അത് വല്ലാത്ത പ്രയാസം ഇന്ന് എന്റെ പ്രിയപ്പെട്ടവരെ കടന്നു വരുന്ന കാലഘട്ടമാണ്. അള്ളാഹു ഹീമ നൽകി ഗ്രഹിക്കുമാറാവട്ടെ, അള്ളാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. അല്ലെ, പള്ളിയിൽ അനാചാരം നടക്കുമ്പോൾ, ഇപ്പൊ നമ്മുടെ ഈ മാലിക് ദിനാർ പള്ളിയിൽ അവിടുത്തെ ഉസ്താദ് അൽഹംദുലില്ലാഹ് മജീദ് വൈസി ഉസ്താദ്, എനിക്ക് വല്ലാത്ത ഇഷ്ടം ഉസ്താദോട്, വേറെ ഒന്നല്ല. ഉസ്താദ് അവിടെ ഒരു നിലപാടെടുത്തിട്ട് എന്താ എടുത്തിരിക്കണേ? ഈ മഹലിന്റെ കീഴിൽ ഒരു വീട്ടിൽ പോലും നിക്കാഹിന്റെ ദിവസം ഗാനമേള നടത്താൻ പറ്റൂല. നടത്തിയാൽ പള്ളിയിൽ നിന്ന് പുറത്താ, മഹലിൽ നിന്ന് പുറത്താ. അല്ലെ, അതാണ് ചങ്കൂറ്റം എന്ന് പറയുന്നത്. അള്ളാഹു നിലനിർത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ പള്ളിയും നമ്മുടെ ഉസ്താദന്മാരൊക്കെ അങ്ങനെ ഇവിടെ ഉണ്ടെന്നല്ലോ ഞാൻ പറഞ്ഞേ. ലൈവിലൂടെ വാഴ കേൾക്കണവരുണ്ട്, പള്ളിയിലെ പരിപാലകരുണ്ട്. ഞാൻ സ്നേഹത്തോടുകൂടി പറയാ, ലൈവ് കേൾക്കുന്നവരുണ്ടെങ്കിൽ പറയാ, നമ്മുടെ നാട്ടിൽ അങ്ങനെ ഉണ്ടെങ്കിൽ നിക്കാഹിന്റെ ദിവസം ഇപ്പൊ നമ്മള് ഉസ്താദന്മാരെന്ത് ചെയ്യും? തലേ ദിവസം ഭക്ഷണം കഴിക്കാൻ വേണ്ടി വീട്ടിൽ പോകൂലേ ഉസ്താദെ? പോകും. നമ്മളവിടെ ചെന്ന് ചിക്കൻ കാലൊക്കെ കഴിച്ച് വരും. ആ സമയത്ത് നല്ല പാട്ട്, കരളാണ് ഫാത്തിമ, തേനാണ് ഫാത്തിമ, മറ്റേതാണ് ഫാത്തിമ, അതാണ് ഫാത്തിമ, ഇതാണ് ഫാത്തിമ. അതെല്ലാം കഴിഞ്ഞ് ഉസ്താദ് പ്ലേറ്റ് ഒക്കെ വടിച്ച്, ഉസ്താദ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അല്ലാഹുവേ നാളെ നടക്കാൻ പോണ നിക്കാഹിൽ നീ ബറക്കത്ത് കൊടുക്കണേ അല്ലാഹ്, ആമീൻ. അല്ലാഹു നീ സന്തോഷം കൊടുക്കണേ അല്ലാഹ്, ആമീൻ. നല്ല മക്കളെ കൊടുക്കണേ അല്ലാഹ്, ആമീൻ. ഇതൊക്കെ പറഞ്ഞ് ഉസ്താദ് പുറത്തേക്ക് ഇറങ്ങി കഴിയുമ്പോൾ ഡേലാമോ ആ പാട്ട്, ഡാഡി മമ്മി വീട്ടിലില്ല, പാട്ടിന്റെ ട്യൂൺ അങ്ങ് മാറാൻ തുടങ്ങും. അല്ലാഹു കാത്തിരിക്കട്ടെ, അല്ലാഹു ഹീമ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആ ഉസ്താദ് പള്ളിയിൽ വന്നിട്ട് അതിനെതിരെ എങ്ങാനും പ്രസംഗിച്ച, റോഡിൽ വന്നിട്ട് ചില ചങ്ങാതിമാര്, ഓനാരാ പറയാ, ഞങ്ങളുടെ ശമ്പളം മേടിക്കണ ചങ്ങാതി ഓനാരാ ഞങ്ങളെ പറ്റി പറയാൻ എന്ന് പറയുന്ന ചില ചങ്ങാതിമാരുണ്ട്. അള്ളാഹു കാത്തിരിക്കട്ടെ. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ഞാനൊരു പള്ളിയിൽ ജോലി ചെയ്യുമ്പോൾ ഇതുപോലൊരു ഞങ്ങളുടെ മഹലില് ഒരു പള്ളിയിൽ ഒരു ചങ്ങാതി എന്ത് ചെയ്തു സിനിമാ പാട്ടിട്ടു. നിക്കാഹിന്റെ തലേ ദിവസം സിനിമാ പാട്ടിട്ടിട്ട് ഭയങ്കര ഗാനമേള വെച്ചു. അങ്ങനെ ഞാനതറിഞ്ഞു. ഞാൻ വെള്ളിയാഴ്ച എന്ത് ചെയ്തു? പ്രസംഗിച്ചപ്പോൾ എല്ലാവർക്കും മനസ്സിലായി. ഈ വീട്ടുകാർക്ക് മാത്രം എത്ര പറഞ്ഞിട്ടും മനസ്സിലാകുന്നില്ല. ഒരു റോഡിൽ ഇറങ്ങിയിട്ട് പറഞ്ഞു, എന്താ പറഞ്ഞേ, അയാൾ വല്ലപ്പോഴല്ലേ പള്ളിയിൽ പറഞ്ഞേ, അയാൾക്ക് എന്തും പറയാമല്ലോ, അതാണ് ഇതാണെന്ന് എന്ത് ചെയ്തു റോഡിൽ നിന്നിട്ട് പറഞ്ഞു. പിറ്റേ വെള്ളിയാഴ്ച പിന്നെയും പറഞ്ഞു, ഇവരുടെ കാര്യം തന്നെ പറഞ്ഞു. അവസാനം മഹലിൽ നിന്ന്
പുറത്താക്കേണ്ട അവസ്ഥ വന്നു. കാരണം എന്തേ? തെറ്റ് ചെയ്താൽ അംഗീകരിക്കണില്ല അല്ലേ? തെറ്റ് ചെയ്താൽ അംഗീകരിക്കണില്ല. ഇപ്പോ എനിക്ക് വല്ലാത്തൊരു സന്തോഷം തോന്നി. ഇപ്പൊ ഞങ്ങളുടെ അവിടെയൊക്കെ വല്ലാതെ ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സാധന ചന്ദനക്കുടം. എന്താ ചന്ദനക്കുടം? കുറെ ആനയും കുറെ നിലവിളക്കും ഇതൊക്കെ വെച്ചിട്ട് മതസൗഹാർദ്ദമൊക്കെ വേണപ്പ അല്ലേ? മതസൗഹാർദ്ദം എപ്പോഴും വേണം. നമ്മളൊരു ഹൈന്ദവ സഹോദരനെ കണ്ടാൽ, ഒരു ക്രൈസ്തവ സഹോദരനെ കണ്ടാൽ അവരെ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം? ബഹുമാനിക്കണം. അവരെ ബഹുമാനിക്കണം. എനിക്കൊണ്ട് ഒരുപാട് സ്കൂളിൽ പഠിച്ച ഹൈന്ദവ കൂട്ടുകാരുണ്ട്, ക്രൈസ്തവ കൂട്ടുകാരുണ്ട്. പക്ഷേ നമ്മുടെ ആദർശം ചെയ്യാൻ പാടില്ലപ്പ, ഒരിക്കലും വിട്ടുകൊടുക്കാൻ പാടില്ല. ഇപ്പൊ ചില സ്ഥലത്തേക്ക് ഇപ്പോ ഇന്ന് കണ്ടൊരു സംഭവമാണ്. ഞാനിപ്പോ അതെങ്ങനെ വാട്സപ്പിൽ നോക്കിയത്. കൊല്ലകടവ് എന്ന് പറഞ്ഞ സ്ഥലം മുസ്ലിം ജമാഅത്തിൽ അവിടുത്തെ പ്രസിഡന്റ് ചന്ദൻ, ഞാൻ ധൈര്യത്തിൽ പറയാം. ഇപ്പൊ കഴിഞ്ഞ ദിവസം ചങ്ങനാശ്ശേരിയിൽ പുതൂർപ്പള്ളിയിൽ ചന്ദനക്കുടത്തിനെതിരെ പറഞ്ഞതിന് എന്നെ അവിടെ നിന്ന് കുറെ കമ്മറ്റിക്കാർ വിളിച്ച് എൻ്റെ വാപ്പാക്കൊക്കെ വിളിച്ചു. അത് എനിക്ക് പ്രശ്നമുള്ള കാര്യമല്ല, ഇത് പുത്തരിയ. ഇപ്പൊ കൊല്ലം ജില്ലയിൽ കൊല്ലകടവ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു പള്ളിയിൽ ചന്ദനക്കുടം നടത്താൻ വേണ്ടിയിട്ട് അവിടുത്തെ പ്രസിഡന്റ് എന്ത് ചെയ്തു? ഒപ്പിട്ട് കൊടുത്തു. ഒരു നാണമില്ലാത്ത ചങ്ങാതി ഒപ്പിട്ട് കൊടുത്തു. അവിടുത്തെ ബഹുമാനപ്പെട്ട ഉസ്താദാകുന്ന അബ്ദുൽ നാഫി മൗലവി അൽ കാസിമി എന്ന് പറയുന്ന ഒരു പണ്ഡിതൻ അതിൽ പ്രതിഷേധിച്ചിട്ട് എന്ത് ചെയ്തു? രാജിവെച്ചു. അതിൽ എനിക്ക് പറ്റൂല ഇവിടെ ജോലി ചെയ്യാനെന്ന് പറഞ്ഞിട്ട്. അതാ നിലപാട്, അതാണ് ഇസ്സത്ത്. ഞാനിവിടെ നേതൃത്വം കൊടുക്കുന്ന ഖത്തീബാണ്. ഞാൻ പറയുന്നത് കേൾക്കാതെ ദീനനുസരിക്കാതെ ജീവിച്ചാൽ അതേത് പ്രസിഡന്റ് ആണെങ്കിലും ഏത് സെക്യൂരിറ്റി ആണെങ്കിലും എനിക്കിവിടെ ജോലി ചെയ്യാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞിട്ട് ഉസ്താദ് അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. അതാ ഈമാൻ, കരുത്തെന്ന് പറയണേ അല്ലേ?